നമസ്കാരം സർ. അമേരിക്കയിൽ ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് നയങ്ങൾ ഇന്ത്യയും കേരളത്തെയും എങ്ങനെയാണ് സർ ബാധിക്കുക? ദോഷമായിട്ടാണോ ഗുണമായിട്ടാണോ? ഇതിൽ സാറിൻ്റെ നിലപാട് എന്താണ്? നമസ്കാരം അഖില. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇടിത്തീ പോലെയാണ് എല്ലാവരും സകല ലോകത്തെ സാമ്പത്തിക വിദഗ്ധരും ഇൻവെസ്റ്റേഴ്സും ഒക്കെ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിട്ടാണ്, അല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ കടന്ന കൈയായിട്ടാണ് ട്രംപ് ഇന്നലെ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന സംവിധാനം പറഞ്ഞിരിക്കുന്നത്. ഈ റെസിപ്രോക്കൽ താരിഫ് അമേരിക്കയുടെ ലിബറേഷൻ എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തോടല്ല, എല്ലാ രാജ്യത്തിനും മിനിമം 10% ഇമ്പോർട്ട് ഡ്യൂട്ടി. അതായത് എന്ത് സാധനം അമേരിക്കയിലോട്ട് അയക്കുമെങ്കിലും 10% മിനിമം ഉണ്ടാവും. ഇനി അതിനേക്കാളും കൂടുതലായിട്ട് അമേരിക്ക പറയുന്നത്, ട്രംപ് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ഉദാഹരണത്തിന് ഇന്ത്യ എത്രയാണോ അടിക്കുന്നത് അതിൻ്റെ നേരെ പകുതി കൂടുതൽ അടിച്ചിട്ടില്ല. ചൈന ആയാലും ശരി, അവർ അമേരിക്കയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും പകുതി മാത്രമാണ് അടിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ അപഗ്രഥിച്ച സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത് ഇത് ചുമ്മാതെ പറയുന്നതെന്നാണ്. അങ്ങനെ കണക്ക് കൂട്ടാനൊന്നും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അവരുടെ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയും, അതായത് അമേരിക്കയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനകത്ത് ഇത് മാത്രമല്ല, താരിഫ് മാത്രമല്ല, വേറെയും ട്രേഡ് ബാരിയേഴ്സ് എന്നൊക്കെ പറയും. ഇത്രേ കൊണ്ടുവരാവൂ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിലുള്ളതേ കൊണ്ടുവരാവൂ, ഈ ക്വാളിറ്റിയിലുള്ളതേ കൊണ്ടുവരാവൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേറെയും മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിനെയാണ് ട്രേഡ് ബാരിയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൂടി കണക്കിലെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പല സാമ്പത്തിക വിദഗ്ധരും ഫണ്ട് മാനേജേഴ്സും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ മുമ്പും ഇതേ നമ്മുടെ ABCയിൽ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ ട്രേഡ് നടക്കുമ്പോൾ അതിനകത്ത് ആരാണ് കൂടുതൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡിൽ $81 ബില്യൺ ട്രേഡാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നത്. പക്ഷേ അമേരിക്ക ഇങ്ങോട്ട് അയക്കുന്നത് ഏകദേശം 40 താഴെ, $37 ബില്യൺ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുമായിട്ട് വ്യാപാര കമ്മിയിലാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യ കയറ്റി അയക്കുന്നതിൻ്റെ പകുതി തുകയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് അമേരിക്ക ഇങ്ങോട്ട് കയറ്റി അയക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. ഇത് ഏത് രാജ്യത്തിനും പ്രശ്നമാണ്. നേരെ തിരിച്ചാണ് നമ്മളും ചൈനയും തമ്മിലുള്ള സ്ഥിതി. അതായത് നമ്മൾ കയറ്റി അയക്കുന്നതിനേക്കാളും കൂടുതലാണ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളും ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിൽ നമ്മളാണ് കമ്മി. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ട്രംപ് കണക്ക് കൂട്ടിയിരിക്കുന്നതെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ഇതൊക്കെ തന്നെ എന്തു തന്നെ ആയാലും ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേർക്ക് വെള്ളിടി, ബോൾട്ട് ഔട്ട് ഓഫ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഔട്ട് ഓഫ് ക്ലിയർ സ്കൈ എന്ന് പറയും പോലെ വന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞത് ആരും ഇത്ര ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടന്നു വരാം. ഇന്നലെ വൈകുന്നേരം, അതായത് രാവിലെ നമ്മുടെ ഒരു 2:30 മണി സമയത്തോടുകൂടി ട്രംപ് ഇത് അനൗൺസ് ചെയ്തപ്പോൾ 2 സ്ലേറ്റ് പോലത്തെ 2 കാര്യങ്ങൾ പൊക്കി പിടിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്ര അടിക്കുന്നു, തിരിച്ചിങ്ങോട്ട് എത്ര അടിക്കാമെന്ന് പറഞ്ഞ് 2 സ്ലേറ്റ് പോലത്തെ കാര്യങ്ങളിലായി ട്രംപ് പൊക്കി പിടിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ ഇന്ത്യ അങ്ങോട്ട് 57 എന്ന് പറഞ്ഞു, അതുകൊണ്ട് തിരിച്ച് നമ്മൾ 52 ആണെന്ന് പറഞ്ഞു. ഇത് അവർ പറയുന്നതാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് 26% താരിഫ് അടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്ന എന്ത് സാധനത്തിനും 26% ഡ്യൂട്ടി. ഇത് ഇന്നലെ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും ഇന്ന് രാവിലെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സുമായിട്ട് നോക്കി വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് 27% ഡ്യൂട്ടി വരുമെന്നാണ് ഇന്ത്യൻ സാധനങ്ങൾ. അപ്പം നമ്മുടെ ഇവിടുത്തെ രാവിലെ തന്നെ എല്ലാ മാർക്കറ്റുകളും ഇടിഞ്ഞു, എല്ലാവരും കരച്ചിൽ തുടങ്ങി, വലിയ പ്രശ്നമാണെന്ന് പറയുമെങ്കിലും എൻ്റെ അഭിപ്രായം നേരെ വിപരീതമാണ്. അതിൻ്റെ പോയിന്റുകൾ ഞാൻ പറയാം. ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യമെന്നാണ്. ഞാനിങ്ങനെ പറയുന്നത് ബേസിക്കലി ഞാനൊരു സ്റ്റോക്ക് ഇൻവെസ്റ്ററാണ്. ബേസിക്കലി അത് എൻ്റെ ഒരു പ്രധാന വരുമാന മാർഗമെന്ന് പറയുന്നത് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ട്രേഡ് ചെയ്തിട്ടല്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റിയുള്ള ചില ധാരണകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. നമുക്ക് 26% ഡ്യൂട്ടി അടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായി കോമ്പറ്റീറ്ററായിട്ട് വരുന്ന വിയറ്റ്നാമിന് 46% താരിഫ് അടിച്ചിരിക്കുന്നത്, ബംഗ്ലാദേശിന് 37%, ചൈനയ്ക്ക് 34%, തായ്ലൻഡിന് 36%. ഇവരൊക്കെയാണ് പല കാര്യങ്ങളും നമ്മളുമായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്.
അപ്പം ചുരുക്കം പറഞ്ഞാൽ അവരുടേതിനേക്കാളും വളരെ കുറഞ്ഞ താരിഫാണ് നമുക്കടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഗുണകരമായി വരുമെന്നാണ് ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ കാര്യം. അതുതന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, രാവിലത്തെ ആ ഭയം മാറി മാർക്കറ്റുകളൊക്കെ തിരിച്ച് കരകയറിയിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞതിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു കാര്യം നോക്കാം. ഇന്ത്യക്ക് 26% എല്ലാ സെക്ടറിലും. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന രാജ്യത്തിൻ്റെ പേര് പറയും, എത്ര ശതമാനമാണ് താരിഫ് എന്ന് പറയും, നമ്മളുമായിട്ട് ഏത് കാര്യത്തിലാണ് അവർ അമേരിക്കയോട് അല്ലെങ്കിൽ ഇന്ത്യയോട് കോമ്പറ്റ് ചെയ്ത് സാധനങ്ങൾ കയറ്റി അയക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യ ആണെങ്കിൽ 26%. നമുക്കൊരു പ്രശ്നമുള്ള രാജ്യം എന്ന് പറയുന്നത് വിയറ്റ്നാമാണ്. അമേരിക്കയിലോട്ട് വളരെയധികം കാര്യങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ്. ഉദാഹരണത്തിന് നമ്മളുമായിട്ടുള്ളൊരു കോമൺ സാധനം അവർ തുണിത്തരങ്ങൾ, അതായത് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, സീ ഫുഡ്, അതായത് കടലിൽ നിന്നുള്ള ഫിഷ്, അങ്ങനത്തെ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ്. പക്ഷേ വിയറ്റ്നാമിന് അടിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് 46%. നമുക്ക് വെറും 26% ഉള്ളൂ. ഇത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ബംഗ്ലാദേശിൻ്റെ കാര്യം എടുക്കാം. ബംഗ്ലാദേശും അമേരിക്കയിലോട്ട് ഞാൻ ആ കോമൺ സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഫിനിഷ്ഡ് തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് സാധനങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ജൂട്ട്, ഇത്രയുമാണ് ബംഗ്ലാദേശ് കയറ്റി അയക്കുന്നത്. അവർക്ക് അടിച്ചിരിക്കുന്നത് 37%, നമുക്ക് 26% ഉള്ളൂ. ഇനി തായ്ലൻഡിൻ്റെ കാര്യം എടുത്താൽ തായ്ലൻഡിൻ്റെ 36% താരിഫ്. അവർ കയറ്റി അയക്കുന്നത് ഈ ഷ്രിമ്പ്, കൊഞ്ച്, ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ, റബ്ബർ. നമ്മളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എല്ലാം കൂടെ പറയുന്നതിൽ അർത്ഥമല്ല. ഇനി ചൈനയിലാണെങ്കിൽ 34%. പഴയ 30%-ൻ്റെ പുറത്താണ് 34% അടിച്ചിരിക്കുന്നത്. വലിയ ഡ്യൂട്ടിയാണ്. ഇനി എന്തൊക്കെയാണ് ചൈന കയറ്റി അയക്കുന്നത്? ഇലക്ട്രോണിക് സാധനങ്ങൾ, ഫർണിച്ചർ, ടോയ്, ഇതേ സാധനങ്ങൾ ഇന്ത്യയും കയറ്റി അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളല്ലാതെ പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. തൈവാൻ 32% ഡ്യൂട്ടി, സെമി കണ്ടക്ടേഴ്സും മെഷീനറിയുമാണ് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നത്. മെക്സിക്കോയ്ക്ക് മാത്രം 10% ഉള്ളൂ. അവർ ഓട്ടോ പാർട്സ്, ടെക്സ്റ്റൈൽ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇന്ത്യ അയക്കുന്ന അതേ സാധനങ്ങൾ അയക്കുന്നുണ്ട്. ശ്രീലങ്കയ്ക്ക് അടിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് 44%. അവരയക്കുന്നത് കയറ്, പിന്നെ തേയില. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പ്രശ്നമുണ്ട്. ഇന്ത്യക്ക് 26% അടിച്ചു. പക്ഷേ ഇന്ത്യ കയറ്റി അയക്കുന്ന അതേ സാധനങ്ങൾ കയറ്റി അയക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് അടിച്ചിരിക്കുന്നത് വളരെ ഉയർന്ന നികുതിയാണ്. ഈ നികുതി ആരാണ് കൊടുക്കുന്നത്? ഇത് പലരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ നികുതി ഇപ്പം ഇന്ത്യക്കുള്ള ഈ അടിക്കുന്ന നികുതി കൊടുക്കുന്നത് ഇന്ത്യയല്ല. ഇന്ത്യയിലെ സാധനങ്ങൾ അമേരിക്കയിലോട്ട് ഇറക്കുമതി ചെയ്തതിന് ശേഷം അവിടുത്തെ ഉപഭോക്താക്കൾ അത് മേടിക്കുമ്പോഴാണ്, അതായത് അവിടുത്തെ അമേരിക്കക്കാരൻ ഇന്ത്യൻ സാധനം മേടിക്കുമ്പോഴാണ് അവൻ എക്സ്ട്രാ 26% കൊടുക്കേണ്ടി വരുന്നത്. ഇന്ന് അമേരിക്കയിലോട്ട് ധാരാളം സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് പല രാജ്യങ്ങളും. ഇതൊക്കെ ഒരു ദിവസം അവർക്ക് വേണ്ടെന്ന് വെക്കാനാവുമോ? അവർക്ക് അരി വേണ്ടേ? അവർക്ക് തുണി വേണ്ടേ? അവർക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ വേണ്ടേ? മീൻ വേണ്ടേ? അപ്പം അവർക്കിത് തുടർന്നും മേടിച്ചേ മതിയാവൂ. ഇതാണ് നമ്മൾ തിരിച്ചറിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പം ഏത് രാജ്യത്തു നിന്ന് വാങ്ങുന്നതാണ് ലാഭം? അതാണ് ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കേണ്ടത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ധാരാളം അമേരിക്കയിലോട്ട് ടെക്സ്റ്റൈൽസും ഗാർമെൻറ്റ്സും, അതായത് തുണിത്തരങ്ങളായിക്കോട്ടെ, തുണി ആയിക്കോട്ടെ, കയറ്റി അയക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ 26% എന്ന് പറയുന്നത് വിയറ്റ്നാമിൻ്റെ 46%-നെക്കാളും ബംഗ്ലാദേശിൻ്റെ 37%-നെക്കാളും വളരെ കുറവാണ്. അത് ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് തിരിച്ചു പോയിട്ടുള്ള എല്ലാ നഷ്ടപ്പെട്ട ഓർഡറുകൾ, പ്രത്യേകിച്ച് കോട്ടൺ ഷർട്ടിൻ്റെ കാര്യത്തിലും ഈ സ്ത്രീകളുടെ ഡ്രസ്സിലും ഹോം, അതായത് നമ്മുടെ ഈ എന്തായിട്ട് പറയുക, ബെഡ്ഷീറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, കർട്ടൻ, ബെഡ്ഷീറ്റ്, ഇതിലൊക്കെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയി. ബംഗ്ലാദേശിൻ്റെ അടുത്തൊന്നും വിയറ്റ്നാമിൻ്റെ അടുത്തൊന്നും അമേരിക്കയിൽ നിന്നുള്ള ഓർഡറുകൾ ധാരാളമായി നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള സുവർണാവസരമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനം. ഇത് പതുക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഷ്രിമ്പിൻ്റെ കാര്യത്തിൽ, അതായത് മീനും കൊഞ്ച് കാര്യങ്ങൾ, നമ്മൾ ഇത് പിന്നെ 27% ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയും. പക്ഷേ വിയറ്റ്നാമാണ് നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ. അവർക്ക് 46%, തായ്ലൻഡിന് 36%. നമുക്കൊരു വലിയ കോമ്പറ്റീറ്റർ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇക്വഡോറിന് ഇതുവരെ താരിഫേ അടിച്ചിട്ടില്ല. ഇക്വഡോറും ഇതേ സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇക്വഡോറിന് പക്ഷേ അമേരിക്കയുടെ എത്ര ശതമാനം പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിന് മറ്റൊരു 1-2 തന്ത്രം കൂടെ പറയാം. പിന്നെ നമ്മൾ കയറ്റി അയക്കുന്ന ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ജുവലറി, ജെംസാണ്. അതും പ്രശ്നമുണ്ട്. പക്ഷേ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് വിയറ്റ്നാമും തായ്ലൻഡുമാണ്. അവർക്ക് വലിയ ഉയർന്ന നികുതി ഉള്ളതുകൊണ്ട് വലിയതായിട്ട് ഭയപ്പെടാനില്ല.
ഇനി ഏറ്റവും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മരുന്നുകളാണ്. മരുന്നുകൾ, ജനറിക് ഐറ്റംസ് ആകെ ഇപ്പോൾ 11% ഉള്ളൂ. അതിന് തൽക്കാലം ഡ്യൂട്ടി അടിച്ചിട്ടില്ല, എക്സ്ട്രാ ഡ്യൂട്ടി, ബിക്കോസ് അത് അവരെ സർവൈവ് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഫാർമസ്യൂട്ടിക്കൽസിനെ അവരുടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് കണ്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഫാർമ സ്റ്റോക്സിനൊക്കെ ഇന്ത്യയിൽ വില കൂടിയിട്ടുണ്ട്. ചൈനയും യൂറോപ്പുമാണ് പിന്നെ കയറ്റി അയക്കുന്നത്. പക്ഷേ അത് ഇന്ത്യയോട് കോമ്പറ്റീവ് നിൽക്കാൻ അവർക്ക് അത്ര എളുപ്പമല്ല. പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ഇലക്ട്രോണിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ മെഷീനറി, ചൈനയ്ക്ക് 34% എക്സ്ട്രാ ടാക്സ് അടിച്ചു, വിയറ്റ്നാമിന് 46%, തായ്ലൻഡിന് 36%. ഇത് മൂന്നുമാണ് നമ്മുടെ ഇവിടുത്തെ ടെലിഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ പാർട്ടുകളായിക്കോട്ടെ, ബാക്കിയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളായിക്കോട്ടെ, ഫോണുകളായിക്കോട്ടെ കയറ്റി അയക്കുന്നതിൽ നമുക്കുള്ള പ്രധാന കോമ്പറ്റീറ്റേഴ്സ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അത് നമ്മൾ മുതലാക്കണം. അതുപോലെ തന്നെ ചെരുപ്പുകൾ, തുകൽ ഐറ്റംസ്, ബംഗ്ലാദേശും വിയറ്റ്നാമുമാണ് പ്രധാനമായിട്ട് ഇന്ത്യയുടെ കോമ്പറ്റീറ്റേഴ്സ് അമേരിക്കയിലോട്ടുള്ളത്. അപ്പോൾ അത് തമിഴ്നാടിനും കാൺപൂരിനും ഒക്കെ വലിയ ഗുണമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനിയിപ്പോൾ കേരളത്തിൻ്റെ കാര്യം കൂടെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് രാവിലെ എല്ലാവരും കരച്ചിലാണ്. പക്ഷേ നമ്മുടെ കേരളം കയറ്റി അയക്കുന്ന സാധനങ്ങളിൽ പ്രധാനമായിട്ടും നമുക്കുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ശ്രീലങ്ക, വിയറ്റ്നാം, തായ്ലൻഡ്, ബംഗ്ലാദേശാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് കൊഞ്ചാണ്. 27% ഡ്യൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിലും പിന്നുള്ളത് തായ്ലൻഡും വിയറ്റ്നാമാണ്. ഇക്വഡോർ മാത്രമാണ് നമുക്കൊരു അപകടം. ഇത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കരയേണ്ട സമയമല്ല. ക്വാളിറ്റി സാധനം കയറ്റി അയച്ചാൽ തിരിച്ച് മാർക്കറ്റ് വലിയ തോതിൽ പിടിക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് സ്പൈസസ് ആണ്. പെപ്പർ ആയിക്കോട്ടെ, കാർഡമം ആയിക്കോട്ടെ, മഞ്ഞളായിക്കോട്ടെ, ഡ്യൂട്ടി ഉണ്ടെങ്കിലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് 46% ഡ്യൂട്ടി കൊടുക്കുന്ന വിയറ്റ്നാമാണ്. ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കേരള ബ്രാൻഡ്, അതായത് മലബാർ പെപ്പർ, ഇടുക്കി കാർഡമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയില്ലേ ഇറ്റാലിയൻ മാർബിൾ, അതിനെ പറയുന്നത് GI ബ്രാൻഡിങ് എന്നാണ്. GI ബ്രാൻഡിങ്, അതായത് ഒരു രാജ്യത്തിൻ്റെ ജിയോ അങ്ങനത്തെ, അതായത് ആ ഒരു രാജ്യം, മലബാർ നമ്മൾ പറയില്ലേ മലബാർ ബിരിയാണി, അല്ലെങ്കിൽ നമ്മൾ പറയും പിന്നെ നമ്മൾ പറയില്ലേ ഈ കോഴിക്കോട് ഭക്ഷണത്തിന് നല്ല കാര്യമാണ്, അങ്ങനെ പറഞ്ഞ് അതുമായിട്ട് ടാഗ് ചെയ്യുന്നത്. നമ്മൾ വിൽക്കുന്നത് മലബാർ പെപ്പറാണ്, നമ്മൾ വിൽക്കുന്നത് ഇടുക്കി കാർഡമമാണ്, അല്ലെ അങ്ങനത്തെ മഞ്ഞളാണ്. അപ്പം നമ്മുടെ മഞ്ഞളിനൊക്കെ വലിയ പ്രശസ്തിയാണ്, കാരണം അതിനകത്ത് കുർക്കുമിൻ ഏറ്റവും കൂടുതൽ. അപ്പം നമ്മൾ നമ്മുടെ ബ്രാൻഡിങ്, കേരള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് റീബ്രാൻഡ് ചെയ്യണം. 2 ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അമേരിക്കക്കാർ വില കൂടുതൽ കൊടുത്ത് തന്നെ മേടിക്കും. നല്ല പാക്കേജിങ്, നല്ല ബെസ്റ്റ്, ഇങ്ങനെ വേണം നമുക്ക് നമ്മുടെ ഒരു USP എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട, എനിക്ക് എന്തുകൊണ്ട് കൂടുതൽ പൈസ തന്നൊരു സാധനം വാങ്ങണം, അത് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ, ബെറ്റർ പ്രസൻറ്റേഷൻ ആണെങ്കിൽ ആൾ വാങ്ങും. അപ്പോൾ അതുപോലെ തന്നെ കയർ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ഹെർബൽ, ആയുർവേദ പ്രോഡക്ട്സ് ആക്കി, ഇതിനൊന്നും അത്ര എളുപ്പത്തിൽ നമുക്ക് പകരക്കാരില്ല. അപ്പം നമ്മുടെ കയർ പ്രോഡക്റ്റിൽ നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയും ബംഗ്ലാദേശുമാണ്. അവരുടെ ഡ്യൂട്ടി വളരെ കൂടുതലാണ്. റബ്ബർ നമ്മൾ ഗ്ലൗസ്, മാറ്റ്, യോഗ ആക്സസറീസ്, ഇങ്ങനെയാണ് നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ കയറ്റി അയക്കുന്നത് കേരളത്തിൽ നിന്ന്. നമുക്കുള്ള കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് തായ്ലൻഡും വിയറ്റ്നാമുമാണ്. അതിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. ഈ IT ഇൻഡസ്ട്രീസിൽ തൽക്കാലം ടാക്സുകൾ കൂടിയിട്ടില്ല. ഇതെല്ലാം പ്രോഡക്ട്സിനാണ് അടിച്ചിരിക്കുന്നത്, സർവീസിന് വന്നിട്ടില്ല. അതുകൊണ്ട് സോഫ്റ്റ്വെയർ IT കാര്യങ്ങളിൽ തൽക്കാലം നമുക്ക് പ്രശ്നമില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ എന്താണ്, നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മുടെ സർവീസുകൾ ലോകോത്തരമായി നൽകേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മളെപ്പോഴും പറയും ജപ്പാൻ സാധനം ഭയങ്കര വിലയാണ്, പക്ഷെ സാധനമൊക്കെ ഇങ്ങനെ ക്വാളിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് വില കൂടുതൽ കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ മറ്റുള്ളവരെ, നമ്മുടെ ഈ ഉഴപ്പ് പരിപാടി, തട്ടിപ്പ് പരിപാടി, ഇതൊന്നും ഇനി അങ്ങോട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ നടക്കാൻ പോണില്ല. നമ്മുടെ രാജ്യത്ത് നിന്നുള്ള നമ്മുടെ സാധനങ്ങൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ, വേറെ ഒരിടത്തും കിട്ടാത്ത ക്വാളിറ്റിയിൽ നിർമ്മിക്കുക, മെയ്ക്ക് ഇൻ ഇന്ത്യ ആയിട്ട് നിർമ്മിക്കുക. നമ്മുടെ പ്രോഡക്ട്സിന് ഗുണമുണ്ടാവും. എൻ്റെ വിശ്വാസത്തിൽ ഇപ്പോഴത്തെ താരിഫ് ഹൈക്ക് അൾട്ടിമേറ്റ്ലി ഇന്ത്യക്ക് ഗുണമായി വരും, കേരളത്തിനും ഗുണമായി വരും. കേരളത്തിന് ഇച്ചിരി പ്രയാസമാണ്. ഒന്നാമത് കേരളത്തിൻ്റെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ വളരെ 1-2% 3% എന്തോ ഉള്ളൂ, അതായത് പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ. ബാക്കിയെല്ലാം വേറെ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്കത്ര നഷ്ടമൊന്നുമില്ല. ഇതൊരു ഭയം മാത്രമാണ്. നമ്മുടെ സമയം തിരിച്ചു വരും. പ്രോബ്ലി ഒരു 6 മാസം ഒരു വലിയ കൺഫ്യൂഷനൊക്കെ ആയിരിക്കും. അതോടുകൂടി ഇനി നമ്മൾ ഇന്ത്യയിൽ നെഗോസിയേഷൻ നടത്തണം. നെഗോസിയേഷൻ നടത്തിയാൽ ഇതാണ് ഏറ്റവും മോശം താരിഫ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി പോകില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇതിൽ നിന്ന് സാഹചര്യം ബെറ്റർ ആകാനാണ് എല്ലാ സാധ്യതകളും.
അതാണ് ഇതേക്കുറിച്ച് എനിക്ക് ഇതിനകത്ത് ഈ താരിഫിനെ കുറിച്ച് ഇത് എൻ്റെ ഒരു നിഗമനങ്ങളാണ്. എല്ലാം 100% ശരിയായി വരണമെന്നില്ല. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ പല കാര്യങ്ങളും ശരിയായി വന്നിട്ടുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളത്, ഇത് വേറെ ആരും പറയുന്നത് കേട്ട് പറയുന്നതല്ല. പക്ഷേ പതുക്കെ പതുക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.